വിശ്വാസികൾക്ക് ദൈവമുണ്ട്, മതമുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ഇത് മൂന്നുമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇതുവഴി അവർ ഒരു മോറലി സുപ്പീരിയോറിറ്റി ക്ലെയിം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ മതവിശ്വാസിയും അവൻ്റെ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ 90% കാര്യങ്ങളും തള്ളിക്കളഞ്ഞും മതപുസ്തകത്തിന് വിരുദ്ധമായി അതിന് വെളിയിലായിട്ട് സാമൂഹ്യപരമായിട്ടുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുമാണ് ഓരോ മതവിശ്വാസിയും ജീവിക്കുന്നത്. ഉദാഹരണമായി ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ച്, ഹിന്ദു മതത്തിൽ ഐക്യരൂപത്തിലുള്ള നിയമമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അവിവാഹിതയായ ഒരു ബ്രാഹ്മണ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ അവളുടെ മൃതദേഹത്തെ ശവഭോഗം നടത്തണം എന്നൊരു നിയമമുണ്ട്. നിയമങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ സ്ത്രീയെ തീയിലിട്ട് ചുട്ടുകൊല്ലണം എന്നൊരു നിയമമുണ്ട്, ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന നിയമം. ഇതിന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടുമോ? അതേപോലെ തന്നെ ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാൻറ്റും ഷർട്ടും ധരിക്കുന്നത് പോലും ദൈവം വിലക്കിയിരിക്കുന്ന വലിയ തിന്മയാണ്. കാരണം അവൻ്റെ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കാഫിറുകളെ പോലെ വസ്ത്രം ധരിക്കുന്നവനും കാഫിറുകളിൽ പെട്ടുകഴിഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ പുരുഷന്മാർ താടിരോമം ഷേവ് ചെയ്യുന്നത് ദൈവം വിലക്കിയിരിക്കുന്ന വലിയ പാപമാണ്. ഒരാൾ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലും ദൈവം വിലക്കിയിരിക്കുന്ന പാപമാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ മുതൽ മക്കയിലെ വലിയ ഇമാം വരെയുള്ളവർ ഈ നിയമത്തെ അതിലംഘിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും ഓരോ വിശ്വാസിയും പറയുന്നത് അവൻ്റെ മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞതാണെന്നും അത് എല്ലാ കാലവും എല്ലാ മനുഷ്യരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെന്നും അവൻ അടിയുറച്ച് വിശ്വസിക്കുന്നു.